ഇന്ന് നമ്മളെ അബൂകാക്ക ഇവിടെ വന്നിട്ടുണ്ട്. പാമ്പുടുത്തക്കാരൻ അബൂകാക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അബൂകാക്ക, എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് ഇവിടെ എന്തോ സാധനം ഉണ്ട്, നമ്മളെ ആളുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് വിളി വന്നാണ്. ഇവിടെ നല്ലൊരു പാമ്പ് ഏതെന്ന് അറിയില്ല. അബൂകാക്ക വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ ചകിരിൻ്റെ ഉള്ളിലാട്ടല്ലത്. അപ്പോൾ എന്തോ സാധനം വീങ്ങിയിട്ട് അവിടെ കിടക്കുകയാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ സൂം ചെയ്താൽ കണ്ടോ, ഒരു കറുപ്പ് കളറിൽ കാണില്ലേ? അല്ല, അടിപൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും അബൂകാക്ക അത് പിടിക്കാൻ വന്നാ. അബൂകാക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ടുള്ള ആളാണ്, ലൈസൻസ് ആളാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ട്രിങ്കുവാണ്. എന്താണ് അത് ട്രിങ്കറ്റ് എന്ന് പറഞ്ഞ ഒരു പാമ്പാണ്. അതിന് വിഷമില്ല, സാധു പാമ്പാണ്. എലി പോലത്തെ സാധനങ്ങളെ പിടിച്ചത്, അത് എലി ആയിരിക്കും മിക്കവാറും പിടിച്ചത്. പക്ഷേ ഇത് വിഷമല്ല. ഇല്ല, വിഷമില്ല. എന്താ പേര് പറഞ്ഞോട് തന്നെ? ട്രിങ്കറ്റ് സ്നേക്ക്. ട്രിങ്കറ്റ് സ്നേക്ക് അല്ലേ? പക്ഷേ ഇവരിപ്പോൾ എന്താ പറയുക, കുറേ നേരമായിട്ട് കേരളത്തിൽ 140, 120, 140 പാമ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ളത് 6-7 പാമ്പേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധുക്കളാണ്. പക്ഷെ അബൂകാക്ക പറയുന്നുണ്ട് ഇവരിപ്പോൾ കുറേ നേരത്തെ ഈ വീട്ടുകാരെ വലിയ ഭയത്തിലാണ്. അല്ല, പാമ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലല്ലോ. ചേരാന്ന് പറഞ്ഞത് ഒരു പാമ്പ് തന്നെയാണ്. അബൂകാക്ക കണ്ടോ, ബാഗ് കൊണ്ട് ഷർട്ട് വരെ കഴിച്ചിട്ടുണ്ട്. ഓടാനുള്ള പരിപാടിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ആ വ്യക്തിയെ ഒന്ന് ഇല്ലേ പുറത്തെടുക്കാം. പുറത്തെടുക്കാന്നാല്. അപ്പോൾ സുഹൃത്തുക്കൾ, അബൂകാക്ക പറയുന്നത് എന്താ പറയുക, ഇത് വിഷമില്ലാത്തൊരു പാമ്പാണ്. വെച്ചാൽ അറിയാത്തവർക്ക് ഇത് വലിയ ഭയമായിരിക്കും ഇതിന് കാണുമ്പം. അപ്പോൾ എന്തായാലും അബൂകാക്ക അത് പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാട്ടോ. അബൂകാക്ക എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് പാമ്പ് പിടിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് 4 അവരിനെ എവിടെ നിന്ന്? തൃപ്പഞ്ചിന്ന്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. സാധനം കിട്ടിയില്ലേ? പക്ഷെ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടല്ലോ അബൂകാക്ക. ഇതൊരു 6 അടി വരെയൊക്കെ നീളുണ്ടാവും. 6 അടി വരെയൊക്കെ നീളുണ്ടാവും. ഇത് 6 അടി. വിഷമില്ല. ഇല്ല. പടം വിരുത്തുവോ? ഇല്ല. ഇതിൻ്റെ ഈ പിന്നെ പുള്ളിയും കെട്ടൊക്കെ കാണുമ്പോഴേ ആർക്കും ഒരു പേടി ഉണ്ടാവും. ആർക്കൊരു പേടിയുണ്ട്. കാരണം വെച്ചാൽ അത് ഇങ്ങനെ ചുരുണ്ട് വളഞ്ഞ് കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു പേടിയായിരിക്കും. അബൂകാക്ക അതിന്റെ വയറ്റിലെന്തുണ്ടല്ലോ, അത് പുറത്ത് ചിലപ്പോ പുറത്തിടുവോ? മിക്കവാറും. അതുകൊണ്ട് ഉള്ളിൽ കയറാത്ത പെട്ടെന്ന് പോകാൻ കഴിയൂല. പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ എന്തെങ്കിലും ആവാതെ. ഇപ്പോൾ നമ്മൾ അബൂകാക്കാൻ്റെ വൈഫും പാമ്പെടുത്താട്ടോ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചെറുതിലൊക്കെ പിടിക്കാറുണ്ട്. ഇവരെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലേ താത്തേ? എന്താ പേരെന്ന് പറഞ്ഞിട്ട് തണി? റാസിന ഫർസാന. എത്ര വർഷമായി നമ്മൾ അബൂകാക്കാൻ്റെ കൂടെ കൂടിയിട്ട്? 6 വർഷം അല്ലേ? അപ്പോൾ ഓക്കെ. പക്ഷെ എന്തായാലും മടിയാ അങ്ങോട്ട് കൂട്ടി കയറാൻ. ഓക്കെ, ഇവിടെ അങ്ങനെ തിന്നാൻ കെട്ടിക്കൊണ്ട് വെക്കുവേ. അപ്പൊ ഇവര് വളർത്തണല്ലേ. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പ്രേക്ഷകർക്ക് ആദ്യം വേണ്ടത് അത് എവിടെ പോകുന്നു എന്ന് ആ പോയിന്റ് എപ്പോഴും കണ്ടു വെക്കുക വരക്കാർ. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു പാമ്പും ഓടി വന്ന് കടിക്കൂല. അതിന് മൂർഖനാണെങ്കിലും മണലാണെങ്കിലും അത് മനുഷ്യനെ കണ്ടാൽ പേടിച്ച് ഒളിക്കുന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾക്കത് പോകണമെങ്കിൽ നിങ്ങൾ കണ്ടു വെക്കണല്ലോ സ്ഥലം എവിടെ തങ്ങണത് എന്ന്. അത് ശരിക്കും നോക്കി കണ്ടു വെക്കുക. എന്നിട്ട് പിടിക്കുന്ന ആൾക്കാരെ വിളിക്കുക. വേറെ ഒന്നും മനസ്സിലായില്ല, പേടിക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്തായാലും നമ്മളെ വീട്ടുകാരുടെ ഭയം മാറിയിട്ടുണ്ട്. സാധനത്തിന് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വലിയൊരു സംഭവം അല്ലേ? ഒഴിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ? അപ്പൊ ഒന്നുകൂടി പുറത്തെടുക്കല്ലേ നമ്മള് അല്ലേ? അതാവും നന്നാവുക. പുറത്ത് പോരണ്ടല്ലേ? ഒഴിവാക്കുകയാണ്. വിഷമില്ലാത്ത പാമ്പാണ് കേട്ടോ സുഹൃത്തുക്കളെ. പെരിച്ചായി തോന്നുന്നുണ്ട്. പെരിച്ചായി അല്ലേ? അല്ലെങ്കിൽ വലിയ എലി. നല്ലോ എത്തിക്കൊന്നോളെ, നല്ല ക്ലിയറായിട്ട് കിട്ടിക്കോളും. ഓക്കെ, എന്താ പെരിച്ചായ? എലി തന്നെയാണ്, വലിയ എലിയാണ്.
അത് കഴിഞ്ഞാൽ മൂപ്പര് മെല്ലെ നാളെ പോകാൻ നോക്കും. എലി അല്ലേ? ആ ശരി. അത്യാവശ്യം വലുപ്പുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓ അല്ലേ? അതേമാതിരി അപ്പോൾ നമ്മൾ പിന്നെ വിഴിഞ്ഞ പിന്നെ ഇരകളെ ഈ പാമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് ഒഴിവാക്കാൻ കാരണം എന്താ? പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടല്ല, അത് വിഴുങ്ങിയ സ്ഥിതിക്കാറ്റൊക്കെ പോകാൻ കഴിയില്ല. ഇവിടെ നാട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ട്. മറ്റേ വിഴുങ്ങിയാൽ അവിടെ എവിടെയും കടന്നിട്ട് പിന്നെ സാവധാനം പോവും. ഓ അത് ശരി, അത് ശരി, അത് ശരി. ഇപ്പം എന്തായാലും ഇപ്പോൾ ആ വിഴുങ്ങിയ സാധനം പുറത്ത് വന്നില്ലേ? ഇപ്പം പാമ്പ് ഫ്രീ ആയി. പാമ്പ് ഫ്രീ ആയി. ഓക്കെ ഓക്കെ ഓക്കെ. അറിയോ, നമ്മളിപ്പോൾ എന്ത് പാമ്പായാലും വീട്ടുകാർക്ക് ഇത് കാണുമ്പോൾ വലിയ ഭയം ഉണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കിടന്നുറക്കരുമില്ലല്ലോ? ഇവിടെ കിടന്നാൽ വരുമോ? വരൂല. അതായത് വീട്ടുകാർക്ക് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള വിവരം മാത്രമാണല്ലോ കേൾക്കണത്. പാമ്പ് കടിയേറ്റയാൾ സുഖം കിട്ടി തിരിച്ചു വന്നു എന്ന് കേൾക്കണില്ലല്ലോ. എത്രയോ ആൾക്കാർ സുഖം കിട്ടി തിരിച്ചു വരുന്നുണ്ടല്ലോ. അത് പുറത്ത് വാർത്ത വരുന്നില്ല. അതാണ് ആളുകൾക്കുള്ള പേടി. അപ്പോൾ എന്തായാലും അബാക്ക വളരെ സന്തോഷം കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മൾ വിളിച്ച് അബാക്ക ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ അല്ലേ സൈറ്റിലെത്തി ആ പാമ്പിനെ പിടിച്ചു. അപ്പോൾ സന്തോഷമുണ്ടേ. അതാണ് ഓല കഴിവ്. അണ്ണില്ല സാധനത്തിന്, ഇവിടുത്തെ എല്ലില്ല. അപ്പോൾ ബലവും പേർക്കാ ഇങ്ങനെ തൊള്ള വീർത്ത് വരും, ഏതും കയറിപ്പോവും. ഇവർ ഈ കറുത്തൊരു നിറാണ് പാമ്പ്, പുള്ളിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല കരിമുറുക്കനാവുന്നില്ലൊരു ധാരണ കഴിഞ്ഞു. പക്ഷെ അറിയാത്തവർ കണ്ട അങ്ങനെയൊക്കെ പറയില്ലേ? പിന്നെ കറുത്ത ചേരയുണ്ട്, കരിഞ്ചേര പറഞ്ഞ സാധനമുണ്ട്, അതും കരിമുറുക്കം എന്ന് പറയും. പക്ഷെ എന്തായാലും നമുക്കെന്താ പറയുക, ഇതൊരു ഇവർക്കിപ്പം കുറെ നേരമായിട്ട് ഇവർ വലിയ ബാത്തിലായിനി. അതിപ്പോൾ മാറി കിട്ടി. നിങ്ങൾ വന്നോണ്ടേ. അപ്പം ഞാൻ അടുത്ത പരിപാടി എന്താ? ഇനി അടുത്ത പരിപാടി നേരെ ഇവരെ കൊണ്ട് അധീനത്ത് വെക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, അബാക്ക മടങ്ങി പോവാണ്. അടുത്തൊരു വിളി ഓർത്തുകൊണ്ട്, കാരണം വെച്ചാൽ ആരെങ്കിലും വിളിക്കും. കാരണം വെച്ചാൽ ഇങ്ങനെ എപ്പോഴും വീട്ടിലുണ്ടാവും അബാക്ക. ഇപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് അബാക്ക നമ്മളെ പാമ്പിടിക്കാൻ വന്നത്. അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് അബാക്ക പോവാണ്.